ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ അമ്മയുടെ സംരക്ഷണയിൽ നമ്മളെ ഓരോരുത്തരെയും ഈശോ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ പരിശുദ്ധമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് വ്യക്തിജീവിതത്തിൻ്റെ, കുടുംബങ്ങളുടെ, സമൂഹത്തിൻ്റെ, പ്രകൃതിയുടെ എല്ലാ ദുരന്ത മേഖലകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള സവിശേഷ പ്രേക്ഷിത ദൗത്യം അച്ഛനിലൂടെ ലോകത്തിന് കൈമാറുകയായിരുന്നു. അന്നു മുതൽ കൃപാസന മാതാവിൻ്റെ തിരുനടയിലേക്ക് ശരണപ്പെട്ട് പ്രാർത്ഥനയുടെ കുപ്പകരവുമായി ഓടിയണയുന്ന ആയിരക്കണക്കിന് മക്കൾ ജീവിത ദുരന്തങ്ങളെ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾക്ക് ദൈവാനുഭവവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗദുരിതങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും പ്രകൃതിയുടെ സംരക്ഷണവും അമ്മയിലൂടെ സവിശേഷമാം വിധം ഉടമ്പടി ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ആയിരക്കണക്കിന് മക്കൾ ഈ നാളുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധമായ അതേ സന്നിധാനത്തിലാണ് ഓഫ്ലൈനായും ഓൺലൈനായും നാം ഓരോരുത്തരും ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുക. ഏതൊരു നിയോഗത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ ഉടമ്പടി മാതാവിൻ്റെ ഈ തിരുസന്നിധാനത്തിലേക്ക് നാം അണഞ്ഞിരിക്കുക, അതൊക്കെയും ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ നമുക്ക് സമർപ്പിക്കാം. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, കടബാധ്യതകൾ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി, കോടതി വ്യവഹാരങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി, സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുന്നതിന് വേണ്ടി, കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വവും വരുമാന വർധനവും ലഭിക്കുന്നതിന് വേണ്ടി, പരീക്ഷകൾക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി, വിദേശ യാത്രകൾ വേഗത്തിൽ സുഗമമാകുന്നതിന് വേണ്ടി, ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി, വൈവാഹിക ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും മാറിപ്പോകുന്നതിന് വേണ്ടി, സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, വിവാഹം നടക്കുന്നതിന് വേണ്ടി, ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി, അനുതാപത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് വേണ്ടി, ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി, നിത്യതയെ ലക്ഷ്യം വെച്ച് ഈ ലോക ജീവിതം നയിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഓരോ ജീവിത മേഖലകളെയും സാമൂഹ്യ മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൃപാസന മാതാവിൻ്റെ സംരക്ഷണം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. 2015 മുതൽ ഉടമ്പടി എടുത്തുപോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, സഹോദരങ്ങളെയും, മക്കളെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശോധിക്കാം. അതിന് വന്നിരിക്കുന്ന വീഴ്ചകൾ, അലസതകൾ, അതൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടുകൂടി, കൂടുതൽ തിഷ്ഠതയോടുകൂടി പരിശുദ്ധമ്മയുടെ പ്രേക്ഷിതരായി ഈ ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാകുവാൻ നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ
ശാക്തീകരിക്കുന്നതിന് നമ്മൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗവും ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ നമുക്ക് അനുഗ്രഹമായി ഈശോയിൽ നിന്ന് നേടിത്തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ അച്ഛന് ലഭിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ ദൈവികമായ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നതിന്, നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ കാലത്തിന്, നമ്മുടെ ദേശത്തിന്, പ്രപഞ്ചത്തിന് മുഴുവനും അച്ഛനിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങൾ ദൈവാനുഭവത്തിൻ്റെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും കാരണമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓഫ്ലൈനായി ഉടമ്പടിയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർത്ഥാടകരായി അമ്മയുടെ തിരുമണ്ണിൽ എത്തിച്ചേരുകയും ത്യാഗത്തോടെ ഉടമ്പടി എടുത്ത് അമ്മയെ ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അമ്മ മാതാവ് സംരക്ഷിക്കുവാൻ വേണ്ടി, കണ്ണീരൊപ്പുവാൻ വേണ്ടി, ഏതൊക്കെ വലിയ പ്രശ്നങ്ങൾ, അസാധ്യമെന്ന് കരുതുന്നവ, ഏറെ നാളായി പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാത്തവ, അതിനൊക്കെയും അമ്മ മാതാവിലൂടെ ഈശോയുടെ ദിവ്യകാരുണ്യം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനായി ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇരുന്ന് ഈ മണിക്കൂറുകളിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്നവരെ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ നിമിഷങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും ഈശോയുടെ അരികിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ, പ്രത്യക്ഷീകരണത്തിൻ്റെ മധ്യസ്ഥത്താൽ ഈശോ അവരെ ഓരോരുത്തരെയും സ്പർശിച്ചനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈശോയെ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക്, ഈ ഉടമ്പടി ധ്യാനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുകയും ഞങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ചു തരികയും ദൈവകൃപയാൽ ആഴപ്പെടുത്തുകയും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാനും അതുവഴി ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഇന്നേ ദിനം ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവവചനത്തിലൂടെ, ജോസഫ് അച്ഛന്റെ സന്ദേശത്തിലൂടെ, അവിടുത്തെ സ്പർശനത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സഹായത്താൽ ഓരോ വിഷയത്തെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായി സഹായിച്ചനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, മഹത്വം സ്തുതി സ്തുതി ആരാധന കർത്താവേ, ആരാധന ആരാധന മഹത്വം സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി ആരാധന മഹത്വം കർത്താവേ. നാളെ നൽകിയ ഓരോ നന്മകൾക്ക് നന്ദി കർത്താവേ. രോഗസൗഖ്യത്തിന് നന്ദി കർത്താവേ. ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് നന്ദി കർത്താവേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരങ്ങൾക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന മഹത്വം കർത്താവേ. സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന മഹത്വം കർത്താവേ. രോഗക്ലേശങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് സൗഖ്യം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ജോസഫച്ചന്റെ അധരങ്ങളിലൂടെ അവിടുത്തെ ദൈവിക സന്ദേശങ്ങൾ പങ്കുവച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓൺലൈനായി കൂടുന്നവരെയും ജീവിതാവസ്ഥകളിൽ അവിടുന്ന് സംരക്ഷിച്ച് സഹായിക്കണമേ. പരീക്ഷകൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതകളെ വിടുതൽ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന കർത്താവേ. സ്തുതി മഹത്വം കർത്താവേ. ആരാധന മഹത്വം, സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അപേക്ഷകളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് ഇപ്പോൾ സമർപ്പിക്കാം. വി.പി. ജോസഫച്ചന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന കർത്താവേ. മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന. യേശുവേ ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ, ആരാധന, മഹത്വം കർത്താവേ. എൻ്റെ പേര് അച്ചു. ഞാൻ ഫിലാഡൽഫിയയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് കിട്ടിയ അത്ഭുത സൗഖ്യത്തിനെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്.
ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2021 മാർച്ചിലാണ്. ആദ്യമായി എൻ്റെ അമ്മയാണ് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതുമെല്ലാം. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയ്ക്ക് പോകുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് പോകുന്നത്. ഞാൻ അന്നേരം ഉടമ്പടി പുതുക്കി NRI കൺവേർട്ടഡ് ആക്കിയാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. പത്രവും ന്യൂസ് പേപ്പറും വാങ്ങിയാണ് പോകുന്നത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ US ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം ഞാൻ ആദ്യത്തെ കൺസീവായി. ആദ്യത്തെ എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് നമുക്കവിടെ അവർ അൾട്രാസൗണ്ട് ചെയ്യും. ആദ്യത്തെ അൾട്രാസൗണ്ടിൽ നോർമലായിരുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം നമുക്ക് അൾട്രാസൗണ്ട് ഉള്ളത് 12 വീക്സിലാണ്. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അൾട്രാസൗണ്ടിന് 12 വീക്സിന് ചെല്ലുമ്പോൾ അൾട്രാസൗണ്ടിൽ കുഞ്ഞിന് 7 വീക്സിൻ്റെ വളർച്ചയേ ഉള്ളായിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് അന്ന് രാത്രി തന്നെ ഞാനും ഹസ്ബൻഡും ഉടമ്പടി ധ്യാനമാണ് കണ്ടത്. 2 ഉടമ്പടി ധ്യാനം ഞാൻ മിസ് ചെയ്തായിരുന്നു. കാരണം ഞാൻ എല്ലാ ട്യൂസ്ഡേയിലും ഉടമ്പടി ധ്യാനം കാണുന്നതായിരുന്നു. അന്നേരം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ തോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 2 ഉടമ്പടി ധ്യാനം മിസ് ചെയ്തുകൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് ഓർത്ത് ഞങ്ങൾ ആ രാത്രി തന്നെ 2 ഉടമ്പടി ധ്യാനം ഫിനിഷ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഞങ്ങൾക്ക് 2 മന്താണ് പറഞ്ഞത് നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ടൈം. ആ 2 മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആയി. അതിനും ഫസ്റ്റ് പ്രൊസീജിയർ പോലെ നമ്മൾ ഫസ്റ്റ് അൾട്രാസൗണ്ട് പോയി. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 7 വീക്സിൽ അൾട്രാസൗണ്ട്, അതിൽ അവൾക്ക് ഓക്കെ ആയിരുന്നു, നോർമലായിരുന്നു. പിന്നെ നമുക്ക് 20 വീക്സിലാണ് അൾട്രാസൗണ്ട്, അതിലും എല്ലാം നോർമലാണ്, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് എല്ലാം സ്ട്രോങ് ആയിരുന്നു. പിന്നെ നമുക്കവിടെ അൾട്രാസൗണ്ട് നമുക്കവിടെ 35 വീക്സിലേ ഉള്ളൂ ലാസ്റ്റ്. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പമില്ല. എല്ലാ ബ്ലഡ് വർക്കും നോർമലാണ്, ഒരു അയൺ ഡെഫിഷ്യൻസി ഒന്നുമില്ല, എല്ലാം നോർമലായി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 35 വീക്സിൻ്റെ അൾട്രാസൗണ്ട് ജസ്റ്റ് നോർമലായി ചെല്ലുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് എനിക്ക് വർക്കുണ്ട്. ജസ്റ്റ് ചെല്ലുമ്പോൾ ടെക്നീഷ്യൻ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കുറേ നേരമായിട്ടും ഡോക്ടർ വരുന്നില്ല. അന്നേരം നമുക്ക് ഒരു ഡൗട്ട് തോന്നി എന്താണെന്ന്. പക്ഷേ ഡോക്ടർ പിന്നെ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, വി ആർ സീയിങ് എ വെരി ബിഗ് കോംപ്ലിക്കേഷൻ ഇൻ യുവർ പ്രഗ്നൻസി. നിൻ്റെ പ്രഗ്നൻസി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോംപ്ലിക്കേഷനാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ നിന്നെ ഞങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. കുഞ്ഞിനെ 2 ദിവസത്തിനുള്ളിൽ പുറത്തെടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനത് ആപത്താന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് കയറി. അതെങ്ങനെയാണെന്ന് അവർക്കും അറിയില്ല. ഹൈഡ്രോപ്സ് എന്നാണ് അതിൻ്റെ പേര് അവർ പറഞ്ഞത്. അന്ന് തന്നെ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്നേരം എന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടായി. കാരണം ആ ഹോസ്പിറ്റലിൽ NICU ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ അവർക്ക് ഇവൾ ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കണ്ടീഷൻ എന്നറിയത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നിന്നെ NICU ഫെസിലിറ്റി കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ എന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് പുറകെ വരികയാണ് ചെയ്തത്. ഞങ്ങളവിടെ ചെന്നു. എനിക്ക് അവർ 2 സ്റ്റിറോയിഡ് തന്നു. കാരണം 35 വീക്സ് ഫിനിഷ് ആയായിരുന്നു ഇവൾ. അന്നേരം ഇവൾക്ക് വെയിറ്റ് ഓക്കെയാണ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഹാർട്ട് ബീറ്റ് സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാവാവുന്ന പോസിബിലിറ്റീസ് എല്ലാം ഇവർ നമ്മളോട് പറയും. കാരണം അവർക്ക് ഒരു കുഴപ്പം വരരുത്. അതുകൊണ്ട് ഇവർ പറഞ്ഞത് കുഞ്ഞ് ജനിക്കുമ്പോൾ അനീമിക് ആയിരിക്കും, കുഞ്ഞ് ടോട്ടലി സിക്കായിരിക്കും, കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കൊടുക്കേണ്ടി വരും, അങ്ങനെ എല്ലാം പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു, ഭയങ്കര ടെൻഷൻ. അമ്മ അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത ആ ദിവസം അച്ഛനെ വന്ന് കാണുകയും ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അൾട്രാസൗണ്ടിൻ്റെയും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെയും ഫോട്ടോ. അച്ഛൻ മാതാവിൻ്റെ അടുക്ക പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ അമ്മയോട് പറഞ്ഞായിരുന്നു സാക്ഷ്യം പറയാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു, കുഞ്ഞിനായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ നിന്നത്. ഉടമ്പടി തൈലം എൻ്റെ അടിവയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ ഇതൊരു റെയർ കേസായിരുന്നു. അതുകൊണ്ട് അവർ എൻ്റെ വയറ്റിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാനായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ C-സെക്ഷൻ ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. അന്ന് എന്നെ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഹോസ്പിറ്റൽ ആ ഡെലിവറി റൂമിൽ നിന്ന ഡോക്ടേഴ്സ് ഹൈ റിസ്ക് ഡെലിവറി ചെയ്യുന്ന ഡോക്ടേഴ്സായിരുന്നു. NICUവിൽ നിന്നുള്ള ഹൈ റിസ്ക് ചെയ്യുന്ന
ഹൈറിസ്ക് ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സും നഴ്സുമാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡിനും കയറാൻ പറ്റുമായിരുന്നു. കുഞ്ഞ് അവർ ഓപ്പറേഷൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ കരച്ചിൽ തന്നെ ആദ്യം കേട്ടു. അന്നേരം തന്നെ ഒരു ഇന്ത്യൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എല്ലാം നോർമലാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു. കാരണം അവരെല്ലാം ഫെസിലിറ്റി ആയിട്ടാണ് നിന്നത്. കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കേണ്ട രീതിയിലുള്ള ഇതായിട്ട് നിന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മാതാവ്, കൃപാസന മാതാവിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. കാരണം മാതാവ് തന്ന ഒരു പരീക്ഷണമായിട്ട് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും തോറും നമുക്ക് ശോധന വരും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനെ നെക്യൂയിൽ അവർ പ്ലേസ് ചെയ്യും എന്നാണേലും, കാരണം 35 വീക്സിൽ ഉണ്ടായതായതുകൊണ്ട്. പക്ഷെ അവർക്കൊരു ഓക്സിജൻ സപ്ലൈ കൊടുക്കേണ്ട വന്നില്ലായിരുന്നു. ഫീഡിങ് മാത്രം ഫസ്റ്റ് ഒന്ന് ട്യൂബിൽ കൂടെ കൊടുത്തു. പിന്നെ അവർ കുഞ്ഞിനെ 3 വീക്സ് ഹോസ്പിറ്റലിൽ കടത്തുകയുണ്ടായി. കാരണം കുഞ്ഞിൻ്റെ ഫീഡിങ് 100% അവർക്ക് ഷുവർ ആകണമായിരുന്നു. അതുകൊണ്ട് മാത്രം. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ആ ചെസ്റ്റ് ക്യാവിറ്റി ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞത് ചെസ്റ്റ് ക്യാവിറ്റി ഫ്ലൂയിഡ് ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും അതിശയകരമായ ഒരു അത്ഭുത സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ അവരൊരു ഫ്ലൂയിഡ് കണ്ടു. അത് മൈനറാണ്, അത് കൺസേൺ അല്ലായിരുന്നു. അവർ മൈനർ ഫ്ലൂയിഡ് എന്നേ പറഞ്ഞോളൂ. പിന്നെ അവർ ഞങ്ങളെ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് പേടിയുണ്ടായി. കാരണം കുഞ്ഞിൻ്റെ ഹെഡിൽ അവർ ഫ്ലൂയിഡ് കണ്ടു. അത് അവർക്കൊരു കൺസേൺ ആയിരുന്നു. അൾട്രാസൗണ്ടിലൂടെ അവർ കണ്ടത്, ജനിച്ചു കഴിഞ്ഞാണ് കണ്ടത്. പക്ഷേ MRI ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു. MRI ഞങ്ങളന്ന് ഫുൾ പ്രാർത്ഥന മാത്രമായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് MRI റിസൾട്ടിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് ഇല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ഹെഡിൽ അത് കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു വന്ന്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. അവിടെ പേര് ഞാൻ മേരി എന്നാണ് ഇട്ടേക്കുന്നത്, മാതാവിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. അവിടെ പേര് മേരി എൽസ ബെൻ എന്നാണ്. അവിടെ മാമോദീസ അവിടെയായിരുന്നു. ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. കുഞ്ഞാണിവള്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് അമേരിക്കയിൽ ചെന്നപ്പം തൊട്ട് എൻ്റെ നെഞ്ചിൽ എനിക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വിങ്ങൽ പോലെയായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി ധ്യാനം എനിക്കറിയായിരുന്നു. ഉടമ്പടി ധ്യാനം അത്ഭുത സൗഖ്യത്തിൻ്റെ ധ്യാനമാണെന്ന് എനിക്കറിയായിരുന്നു. ദൈവം ഇറങ്ങി വരുന്ന, യേശുപ്പച്ചൻ ഇറങ്ങി വരുന്ന ധ്യാനമാണെന്നറിയായിരുന്നു. ഞാൻ അതിൽ വിശ്വസിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഹൃദയത്തിലൊരു അസ്വസ്ഥത വന്നിട്ടില്ല. ശ്വാസമുട്ടലാണോ എന്താണെന്നറിയത്തില്ല, അത് വന്നിട്ടില്ല. അത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് എൻ്റെ ജോലി, അതൊരു ഭയങ്കര അത്ഭുതമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ജോലി കിട്ടണേ. അന്നേരം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാർമസി ഉണ്ടായിരുന്നു. നടന്നു പോയാൽ മതി. അവിടെയാണ് എനിക്ക് മാതാവ് ജോലി തന്നത്. നല്ല ജോലിയായിരുന്നു. എനിക്ക് വലിയ കഷ്ടപ്പാടില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു. ഐ ആം സോ ഹാപ്പി ആ ജോലിയിൽ. അത് മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. കാരണം അവിടെ ഒരിക്കലും വേക്കൻസി വരാത്ത ഫാർമസിയിൽ ഞാൻ കറക്റ്റ് അവിടെ ചെന്ന് ചോദിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കവിടെ കറക്റ്റ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കവിടെ ജോലി കിട്ടുകയുണ്ടായി. അതാണ് മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അപ്പായും അമ്മയും ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ടൊന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് കൊടുത്തായിരുന്നു ഞങ്ങൾ. പക്ഷേ അമ്മയൊക്കെ ആദ്യം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു പരീക്ഷണം എന്ന നിലയിൽ അവർക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അവർക്ക് പാസ്സായില്ല. അവർക്ക് റിജക്റ്റ് ആയിപ്പോയി, വിസ കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എല്ലാവരും അറിയുകയുണ്ടായി, ഇവരോടെല്ലാവരും ചോദിക്കുകയുണ്ടായി. ഇവർക്കതൊരു ഭയങ്കര വിഷമവും മനപ്രയാസവുമായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്ന ഏജൻറ്റ് ഇങ്ങോട്ട് പറയുകയാണ്, അവരോടൊന്നും കൂടെ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവോ എന്ന് ചോദിക്കാമോ, ഫണ്ടിൻ്റെ കാര്യം ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഒരിക്കലും ഈ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അമേരിക്കയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. അതാ ഏജൻറ്റ് മാതാവിലൂടെ പ്രവർത്തിച്ചതാണ്. അല്ലെങ്കിൽ ഒരാളും പറയില്ല, ഏജൻറ്റുമാർ ഇങ്ങോട്ട് വന്ന് പറയുകയില്ല. പക്ഷേ ഇവർക്ക് 1 മാസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. ഇവർക്ക് ഹൈദരാബാദ് ലൊക്കേഷൻ കിട്ടി. ഇവർ പോയി, ഇവർക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. അതൊരു ലേഡിയായിരുന്നു. മാതാമ ഒന്നും ചോദിച്ചില്ല ഇവരോട്, ഒരു ക്വസ്റ്റ്യൻ പോലും ഇവരോട് ചോദിച്ചില്ല. ഇവർക്ക് വിസ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുത ശക്തിയാണ്. അതാണ് കൃപാസന മാതാവ്. നമുക്ക് ആദ്യം ഒരു ഇച്ചിരി ലേറ്റ് ആയാലും പക്ഷെ മാതാവ് അതിന് നമുക്ക് ഇരട്ടിയായി തന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ്.
ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം, ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് പേപ്പറാണ് കൊണ്ടുപോയത്. ഞാൻ ഫാർമസി ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ പത്രവും കൂടെ അവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, കേരളത്തിലുള്ള പള്ളിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത്. നിങ്ങൾ കുറേ ടെസ്റ്റിമണീസ് ഉണ്ട്, നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ നാട്ടിലുള്ള അവിടെ, കാരണം പാവങ്ങളായ ആൾക്കാരെ എനിക്കറിയില്ല, അതുകൊണ്ട് നാട്ടിലുള്ള പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് മുടക്കാതെ കാണുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം ഒരു ട്യൂസ്ഡേയിലും കാണാതിരിക്കുകയില്ലായിരുന്നു. കാരണം അവിടുത്തെ മോർണിംഗിൽ കാണുമായിരുന്നു, അല്ലെ എപ്പോഴേലും ആ വീക്ക് നെക്സ്റ്റ് ഉടമ്പടി ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കാണുമായിരുന്നു. അതൊക്കെയാണ്. പിന്നെ കൊന്ത ചൊല്ലുമായിരുന്നു, കുമ്പസാരം ചെയ്തിട്ടുണ്ട്, തലയ്ക്ക് പിടിച്ച് കുർബാനയും കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ. എല്ലാം പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു. മാതാവേ സ്തോത്ര, യേശുപ്പ നന്ദി.